ഇസ്രയേൽ സൈനിക നീക്കം തുടരുന്ന ഗാസയിൽ വ്യോമമാർഗം വിതരണം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനെത്തിയ കൗമാരക്കാരന് ദാരുണാന്ത്യം. എയർ ഡ്രോപ്പ് ചെയ്ത പാലറ്റ് ശരീരത്തിൽ വീണ് 15-കാരൻ മരിക്കുകയായിരുന്നു. മുഹമ്മദ് സക്കറിയ എന്ന 15-കാരനാണ് ഭക്ഷണമടങ്ങിയ പെട്ടി ശരീരത്തിൽ വീണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണം കിട്ടാതെ ഗാസയിൽ മരിക്കുന്നവരുടെ കണക്കുകൾ അനുദിനം പുറത്തുവരുന്നതിനിടെയാണ് അതിദാരുണമായ മരണം ഗാസയിലുണ്ടായത്. മധ്യ ഗാസയിലെ നെറ്റ്സാരി മേഖലയിൽ ശനിയാഴ്ചയായിരുന്നു ദുരന്തമുണ്ടായത്. കരമാർഗം ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു വിവിധ അറബ് രാജ്യങ്ങൾ വ്യോമമാർഗം സഹായം വിതരണം ആരംഭിച്ചത്. എയർഡ്രോപ്പ് രീതി അപകടകരവും കാര്യക്ഷമമല്ലാത്തതും ചെലവേറിയതുമാണെന്ന് ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് 15-കാരനായ മുഹമ്മദ് സക്കറിയുടെ അന്ത്യം സംഭവിച്ചത്. സഹായ വസ്തുക്കൾ ശേഖരിക്കാൻ പോയ കുട്ടിയുടെ ശരീരത്തിൽ വിമാനത്തിൽ നിന്നും താഴേക്ക് നിക്ഷേപിച്ച ബോക്സ് നേരിട്ട് പതിക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നിട്ടുണ്ട്. ഗുരുതരമായി പരുക്കേറ്റ കുട്ടിയെ നുസൈറത്തിലെ അല്ലൗദ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഗാസയിലെ ഭക്ഷണ പ്രതിസന്ധിയുടെ ഇര കൂടിയാണ് കൊല്ലപ്പെട്ട 15-കാരൻ എന്ന നിലയിൽ വിമർശനമുയരുന്നുണ്ട്. മേഖലയിലെ പട്ടിണി മരണങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഗാസയ്ക്ക് മേലുള്ള സൈനിക നീക്കം ആരംഭിച്ചതിന് ശേഷം പോഷകാഹാരക്കുറവ് മൂലം മേഖലയിൽ 98 കുട്ടികൾ ഉൾപ്പെടെ 212 പേർ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഇക്കഴിഞ്ഞ മെയ് മുതലാണ് ഗാസയിലെ പട്ടിണി മരണങ്ങളുടെ എണ്ണം കുത്തനെ ഉയർന്നത്. ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രായേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.